എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ATM ഓപ്പറേഷനും പെട്രോൾ ഫില്ല് ചെയ്യാൻ പോകുമ്പോൾ അറിയേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യമായി പെട്രോൾ പമ്പിലേക്ക് കടക്കാം. ഈ രാവിലെ ഉള്ളൊരു പീക്ക് ടൈമുണ്ട്, ഒപ്പം ഈവനിങ്ങും ഓഫീസൊക്കെ കഴിയുമ്പോൾ ഒരു പീക്ക് ടൈമുണ്ട്. ഇവിടെ പ്രധാനമായി സംഭവിക്കുന്നത് ഈ 2 വീലർ ഹോൾഡ് ചെയ്യുന്നവർ ഈ പമ്പിൽ പെട്രോൾ അടിക്കാൻ വരും. ഇതിൽ എല്ലാവരുമല്ല, അബൌട്ട് ഒരു 20% ആൾക്കാർ ചെയ്യുന്ന ഒരു ഡിസ്റ്റർബൻസാണ്. ഇവർ വന്നാൽ ഈ ഫില്ല് ചെയ്യുന്ന ആ യൂണിറ്റിൻ്റെ ഫ്രണ്ടിൽ വണ്ടി അങ്ങ് നിർത്തും, ഫില്ല് ചെയ്യും. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത്, ഇതിൻ്റെ പിന്നിൽ വരുന്ന വണ്ടികൾ പിന്നിൽ നിൽക്കും. എന്നാൽ ഈ വണ്ടിക്കാർ ആ വണ്ടി ഒന്ന് മുന്നോട്ട് നിർത്തിക്കഴിഞ്ഞാൽ അവിടെ അറ്റ്ലീസ്റ്റ് ഒരു 3 വണ്ടി ഫില്ല് ചെയ്യാനുള്ള സൗകര്യം കിട്ടും. ആ ഹോസിന്, ഫില്ലിംഗ് ഹോസിന് അനുസരിച്ച് ഈ വണ്ടി ഫ്രണ്ടിലോട്ട് നിർത്താം. അപ്പോൾ ഒരു വണ്ടി ഫില്ല് ചെയ്യുന്ന സമയം കൊണ്ട് 3 വണ്ടി ഫില്ല് ചെയ്യാൻ പറ്റും. കാരണം ഒരു വണ്ടി ഫില്ല് ചെയ്താൽ ഇയാൾ അപ്പോൾ ക്യാഷ് കൊടുത്ത് ക്യാഷ് കൊടുത്തതിന് ശേഷം ഈ വണ്ടി ഇതെടുത്ത് നേരെ മുമ്പോട്ട് അപ്പോൾ സ്റ്റാർട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അത് അവിടെ നിന്ന് തന്നെ അവരുടെ എല്ലാ ഇതും കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ഇയാൾക്ക് അടുത്ത വണ്ടി, ഈ ഫില്ല് ചെയ്യുന്ന സ്റ്റാഫിന് അടുത്ത വെഹിക്കിൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മൂന്നാമത്തെ വണ്ടിയും അവർ ഓൺലി ദ തിങ്സ്, അവർക്ക് GPay ചെയ്യണമെങ്കിലോ ക്യാഷ് ആണെങ്കിലോ ആ ക്യാഷ് എല്ലാം കയ്യിൽ വെച്ചാൽ റെഡിയാണ്. അപ്പോൾ ഒരു ദിവസം ഒരു വണ്ടിയുടെ സമയത്തിന് അനായാസം 3 വണ്ടിയുടെ ഫില്ലിങ് കഴിയും. നമ്മുടെ സമയം സേവ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും സമയത്തിന് വീട്ടിലെത്താൻ പറ്റും. ശരിക്ക് വേണ്ടത്, നമുക്ക് രാവിലെ ഉള്ള ഈ തിരക്ക് ഒഴിവാക്കണമെങ്കിൽ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഫില്ല് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാം. പക്ഷേ ചിലപ്പോൾ പ്രായോഗികമായിരിക്കില്ല. എത്രയും വേഗം വീട്ടിലെത്തണം എന്നുള്ള ഇതിൽ ആൾക്കാർ ഓഫീസിൽ നേരെ ഫില്ല് ചെയ്യുമ്പോൾ നാളെ പോകുമ്പോൾ ഫില്ല് ചെയ്യാമെന്നുള്ള ഉദാഹരണം അങ്ങനെയുണ്ട് ഓരോരുത്തർ. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദെയർ മൈൻഡ്. ഇനി ഇതിൽ ഞാൻ ഒരു ചില പമ്പിൽ ഇങ്ങനെ എനിക്കൊരു അനുഭവപ്പെട്ടപ്പോൾ ഞാൻ അവരോട് കേട്ടത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ വരുന്ന വണ്ടി ഫ്രണ്ടിലോട്ടൊന്ന് മാറ്റി നിർത്താൻ പറഞ്ഞു. പക്ഷെ അവരിൽ നിന്ന് കേട്ട മറുപടി എനിക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ സാർ, ഞങ്ങളങ്ങനെ പറഞ്ഞാൽ അവർ ഞങ്ങളെ ചീത്ത പറയും. അതെ, പിന്നെ പറയും എൻ്റെ അവരെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല, ഇവിടെ തന്നെ ഫില്ല് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഒന്നിൽ ഭീഷണി, അല്ലെങ്കിൽ അവരെ അസഭ്യവാക്ക് പറയും, ഇല്ലെങ്കിൽ ഗുണ്ടായിസത്തിനും കാണിക്കും. അതുകൊണ്ട് അവർ പാവം, അവരുടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. അവർ കൂടുതൽ ഇവരുമായി ആർഗ്യൂ ഒന്നും പോവില്ല. അത് അവർ വന്നാൽ തോന്നിയാസം കാണിച്ച രീതിയിൽ അവരങ്ങ് പോകും. ഇത് മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്നു. ഇത് പ്രബുദ്ധരായ കേരളീയരിൽ നിന്നുണ്ടാകുന്ന വളരെ മോശമായ അനുഭവങ്ങളാണ്. ഈ പെട്രോൾ പമ്പെന്ന് പറഞ്ഞാൽ അതൊരു പബ്ലിക് സ്ഥലമാണ്. ഒരു ഡീലർ ഏജൻസി ആണെങ്കിൽ അയാളല്ല, ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടിയുടെ സൗകര്യത്തിന് വേണ്ടി ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് ഈ പെട്രോൾ പമ്പ്. അതിൻ്റെ മാനേജ്മെൻറ്റ് ഒരാൾ നടത്തിക്കുന്നു. പക്ഷേ ഇത് പബ്ലിക് സൗകര്യത്തിന് വേണ്ടി ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണ്. അത് എല്ലാവരും മനസ്സിലാക്കണം. ഇനി ഇങ്ങനെയുള്ള ഗുണ്ടായിത്തരം ഇതിലൊക്കെ കാണിക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി ഓരോ പമ്പിലും പോലീസുകാരെ കൊണ്ട് ഡ്യൂട്ടി നടത്താൻ പറ്റില്ല. അത് ഒരു രാജ്യത്തും നടക്കില്ല, അങ്ങനെ ഇല്ല എന്താനും. പക്ഷേ ഈ ഗുണ്ടായിത്തരം കാണിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്ത് വരുമ്പോൾ അത് അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള കേസാണ്. സോ ദയവ് ചെയ്ത് എനിക്ക് ഈ 2 വീലർ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, സഹകരിക്കുക. നിങ്ങളുടെ ആവശ്യം ഒപ്പം മറ്റുള്ളവരുടെ ആവശ്യം കൂടി നിങ്ങൾ കാണുക. ഇത് ഒരു പാർട്ട്. രണ്ടാമത്തെ പാർട്ട്, ഈ പെട്രോൾ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ അടിച്ച് ഇവർ നേരെ GPay ചെയ്യും. GPay ചെയ്യുമ്പോൾ ചിലപ്പോൾ നടക്കില്ല, എന്തെങ്കിലും എററായിരിക്കും, മൊബൈലിൽ എന്തെങ്കിലും എററായിരിക്കും, പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. ഒന്ന്.
ചിലവർക്ക് ATM വർക്കാകില്ല. ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പാവം പെട്രോൾ ഫില്ല് ചെയ്ത് അവനാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇവരങ്ങോട്ട് മാറ്റിയിട്ട് നോക്കി ഒരു രക്ഷയില്ല. ഇങ്ങനെയും ചില പാനിക് കേസുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാമെന്നുള്ള ദയവ് ചെയ്ത് ആരായിരുന്നാലും, ഇതൊക്കെ റെയർ കേസാണ്, പക്ഷേ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ചിലർ പറ്റിക്കാൻ വേണ്ടി വരും. സോ ഇതിനു വേണ്ടി ചെയ്യാമെന്നുള്ളത് ഈവൻ ക്യാഷും എല്ലാം പെർഫെക്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്നവരെല്ലാം ചെയ്യാനുള്ളത്, നിങ്ങൾ പെട്രോൾ അടിക്കുന്ന മുമ്പ് തന്നെ ഇപ്പോൾ GPay ചെയ്യണമെങ്കിൽ GPay ആദ്യം അങ്ങ് ചെയ്തേക്കുക. അത് കാണിച്ചത് ഇത്ര രൂപയുടെ ഇതാണ്, അത് അവിടെ തന്നെ റെക്കോർഡിൽ കാണും, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ സേഫായി. ഇനി GPayക്ക് കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അനന്തര നടപടികൾ ചെയ്യാൻ പറ്റും. അടുത്തത്, ഇനി ATM കാർഡ് വർക്ക് ചെയ്യുന്നില്ല, എന്തെങ്കിലും അതിനും പ്രശ്നമാവും. അപ്പോൾ ഇതെല്ലാം അവസാനം പോയി ഇത് എഫക്റ്റ് ചെയ്യുന്നത് ആ പാവം പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന അവർക്കായിരിക്കും. അയാൾക്ക് കിട്ടുന്ന ശമ്പളവും ഇവരടിച്ച പെട്രോളിൻ്റെ ക്വാണ്ടിറ്റിയും വെച്ച് നോക്കുമ്പോൾ ഇത് ഹ്യൂജ് വ്യത്യാസമുണ്ട്. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് കഴിയുന്നതും ആൾക്കാർ ATM GPay ഈ പേയ്മെൻറ്റൊക്കെ ചെയ്യുന്നവർ അഡ്വാൻസായിട്ട് തന്നെ അത് പ്രിപ്പറേഷനാക്കുക, അഡ്വാൻസായിട്ട് അത് പേയ്മെൻറ്റ് എടുക്കുക, നിങ്ങൾ പെട്രോൾ എടുക്കുക. ഇതിൽ പെട്രോൾ അടിച്ചതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ ചാർജ് കാണത്തില്ല, അതിൽ എററായി കഴിഞ്ഞാൽ നിങ്ങളും പാനിക്കാകും, ആ ജോലിക്കാരും പാനിക്കാകും. സോ അത് ഒഴിവാക്കുക. ഒന്ന് ക്യൂ നോക്കുക. ഒന്ന് വണ്ടി വന്നാൽ ഒന്ന് ഫ്രണ്ടിലോട്ട് മാറ്റി നിർത്തി വീണ്ടും അടുത്ത ബാക്കിൽ 2 വണ്ടിക്കുള്ള സ്പേസും കൊടുക്കാം. സോ അതാണ് ഒരു മാന്യത എന്ന് പറഞ്ഞാൽ, മാന്യത എന്ന് പറയുന്നത്. ഒന്ന് അഡാപ്റ്റ് ചെയ്താൽ നന്നായിരിക്കും, പബ്ലിക്കിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകില്ല. ഇനി അടുത്തത് ATM ഇതിനേക്കാളും ദുരിതമാണ്. ആരെങ്കിലും ഒന്ന് ATMൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ഇറങ്ങില്ല. എന്തൊക്കെ അവരവിടെ അതിൽ കിടന്ന് ഓപ്പറേറ്റ് ചെയ്യും. കാരണം അതിൻ്റെ പ്രധാന കാരണം ഇവർക്കറിയില്ല. പക്ഷേ ഇതിനേക്കാളും അത്യാവശ്യമായിട്ട് ആൾക്കാർ അതിൻ്റെ പിന്നിൽ ക്യൂ നിൽക്കുകയാണ്. അവരുടെ ബുദ്ധിമുട്ട് ഇത് ATMൻ്റെ ഉള്ളിൽ നിൽക്കുന്നവർ മനസ്സിലാക്കുന്നില്ല. കാരണം ഈ ATM മെഷീനെ സംബന്ധിച്ചിട്ട് മുൻകാലങ്ങളിലുള്ള കണക്കല്ല, ഇപ്പോൾ എല്ലാം ഒത്തിരി അപ്ഡേഷൻ ചെയ്ത മെഷീൻസാണ്. അതിന് പല ഓപ്ഷൻസ്, നമ്മൾ ഓൺ ചെയ്താൽ പല ഓപ്ഷൻസ് വരും. അതെവിടെയെങ്കിലും നമ്മളെ കൈ അറിയാതെ ടച്ചായി കഴിഞ്ഞാൽ ഓപ്ഷൻസ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇവരങ്ങ് പാനിക്കാവും. ഇത് വേറൊരു തലവേദനയാണ്. ശരിക്കും ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല, അതാണ് സംഭവിക്കുന്നത്. ഇവരുടെ കയ്യിൽ കാർഡ് കിട്ടുമ്പോൾ അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും ഒരാളെ കൂട്ടണം, അല്ലെങ്കിൽ ബാങ്കർ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി ആയിരിക്കണം ATM ഉപയോഗിക്കേണ്ടത്. ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട്. രണ്ടാമത് ഈ ATMന്ന് ക്യാഷ് എടുത്ത് അവർ അവിടെ വെച്ച് തന്നെ എണ്ണും, അതിന് സമയം കളയും. ഫോർ വാട്ട്? ഒരു കാര്യമില്ല. ATMന് മെഷീൻ എന്നിട്ട് പുറത്തു നിന്നും അത് കൗണ്ട് ചെയ്യാൻ പറ്റും, പക്ഷേ സുരക്ഷിതം വേണം. പക്ഷേ എങ്കിൽ തന്നെയും ഈ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ ATMൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക. അതും ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഇറ്റ് ഈസ് നോട്ട് നിങ്ങളൊരു പേഴ്സണൽ മെഷീൻ അല്ല, പബ്ലിക്കിന് വെച്ചേക്കുന്ന മെഷീനാണ്. അതുകൊണ്ട് ഈ ATM ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരെ കൊണ്ട് അറിയുക. ഇല്ലെങ്കിൽ ബാങ്കിൽ പോയി ബാങ്കിൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പോൾ ബാങ്കിനോടൊപ്പം സ്ഥിതി ചെയ്യുന്ന ATMൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബാങ്ക് സ്റ്റാഫ് വന്ന് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു തരും, കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾ ആ ബാങ്കിലെ മറ്റേതെങ്കിലും ATMൽ പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. പിന്നെ പിൻ നമ്പർ എപ്പോഴും ഓർത്ത് വയ്ക്കുക. അറിയുന്ന ആൾക്കാരെ കൂട്ടുക, അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരെ കൊണ്ട് ആ ക്യാഷ് വിഡ്രാ ചെയ്യാൻ ശ്രമിക്കുക. അത് പരിചയം ഉള്ളവരോടൊപ്പം ഇല്ലാത്തവർ കൊണ്ട് ചെയ്യിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾ പറയുന്ന ക്യാഷ് ആയിരിക്കും, അതിന് കൂടുതൽ ക്യാഷ് അവരടിക്കും. അങ്ങനെ പല മാൽ പ്രാക്ടീസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ATMൻ്റെ കാര്യത്തിലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അതായത് പമ്പിൽ പിന്നിൽ നിൽക്കുന്നവരെ എങ്ങനെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നു, അതുപോലെ ഒരു ഡിസ്റ്റർബൻസാണ് ATM ഓപ്പറേഷൻ ശരിക്കും അറിയാത്തവർ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി വയ്ക്കുന്ന ബുദ്ധിമുട്ടുകൾ. അത്യാവശ്യത്തിനൊരു ഹോസ്പിറ്റൽ കാര്യത്തിനായിരിക്കും ATMൽ ഓടി വന്നവരെന്തെങ്കിലും ക്യാഷ് എടുക്കാനും ആരെങ്കിലും അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയിക്കാൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ്? അപ്പോൾ ദേ വരുന്നപ്പോൾ അപ്പോൾ എഗെയിൻ അതിൻ്റെ ഉള്ളിൽ ഈ ഓപ്പറേഷൻ അറിയാത്ത ആൾ പാനിക്കാകും, ഒക്കെ ടെൻഷനാകും. ആകെ അയാൾ പുറത്തിറങ്ങി വരും, ശപിച്ച് ATMനെ ശപിച്ച്. ഇതൊക്കെ ഒന്നും ഇല്ലാതെ ഇതൊന്നും
ഇല്ലാതിരിക്കണമെങ്കിൽ സമാധാനമായി ഈ ATM ഓപ്പറേഷനെ കുറിച്ച് പഠിക്കുക. പല ടൈപ്പ് മെഷീൻസ് ഉണ്ട്. ഓപ്ഷൻ കൂടുതലുള്ളതുണ്ട്, ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ. പിന്നെ മറ്റൊന്നുള്ളത് ഡിപ്പോസിറ്റ് മെഷീൻ, ഈ മണി ഡിപ്പോസിറ്റ് ചെയ്യുന്ന മെഷീനും ഉണ്ട്. അതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്. പക്ഷേ കോംപ്ലിക്കേറ്റഡ് അല്ല, പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് അതൊരു കോംപ്ലിക്കേഷനായിട്ട് തോന്നും. ഈ ബാംഗ്ലൂർ അങ്ങനെയുള്ള സീറ്റുകൾ മിക്കവാറും ഈ ഡിപ്പോസിറ്റിംഗ് മെഷീനൊക്കെ ഉള്ളത് അവിടെ ഒരു സെക്യൂരിറ്റി കാണും, അവരെല്ലാം സപ്പോർട്ടും ചെയ്തോളൂ. ഇവിടെ അങ്ങനെയൊന്നും കാണാനില്ല. ഇവിടെ ഞാൻ കാണുന്നത് ചിലപ്പോൾ 5 മണി കഴിയുമ്പോൾ അടുത്തുള്ള ഡിപ്പോസിറ്റിംഗ് സിസ്റ്റമുള്ള മെഷീനൊക്കെ അവർ ഷട്ടർ ഇട്ടേച്ച് പോവുക, പിന്നെ അവിടെ വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ കാണുന്നൊരു കാഴ്ചയാണ്. അങ്ങനെ ആക്കാൻ പാടില്ല. സോ പബ്ലിക് ന്യൂസൻസ് ആരിൽ നിന്നും മറ്റാർക്കും ഉണ്ടാകരുത്. ഇതെല്ലാം ഈ പെട്രോൾ പമ്പും പബ്ലിക്കാണ്, ATMും പബ്ലിക്കാണ്. ഇതെല്ലാം പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു യൂണിറ്റാണ്. നമ്മൾ മുൻകാലങ്ങളിൽ ഒരു ടോക്കണും വാങ്ങി എത്രയോ നേരം ക്യൂ നിന്നാൽ മാത്രമാണ് ക്യാഷിൻ്റെ അടുക്കലെത്തി ആ പൈസ വാങ്ങേണ്ടത്. അതിനേക്കാൾ എത്രയോ അഡ്വാൻസ് സിസ്റ്റമാണ് ഇപ്പോൾ ATM മൂലം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ആ പുതിയ ടെക്നോളജി നമ്മളൊന്ന് അഡാപ്റ്റ് ചെയ്യണം. ഇത് വയസ്സായവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, എങ്കിലും അത് പഠിച്ചേ പറ്റൂ. കാരണം വേൾഡ് ഈസ് ലൈക്ക് ദാറ്റ്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.